ശരീരം ചെയ്ത പ്രവൃത്തി കൊണ്ട് ശരീരത്തിന് ബാധയുണ്ടോ? നമ്മൾ കഷ്ണം മുറിച്ചപ്പോൾ കഷ്ണം മുറിക്കപ്പെട്ടു എന്നേ ഉള്ളൂ, കൈ മുറിക്കപ്പെട്ടു. അപ്പം എവിടെയാണ് ഈ പാപം എന്നുള്ളൊരു തോന്നൽ? നമ്മുടെ മനസ്സിലാണ്. വാസ്തവത്തിൽ മനസ്സിൻ്റെ ഉള്ളിലൊരു അന്തരാത്മാവുണ്ട്. അവിടെ പാപവുമില്ല, അവിടെ പുണ്യവുമില്ല. ഇത് സജ്ജനത്തിന് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് കടാക്ഷത്തോടുകൂടി നോക്കി പറയുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ വന്നു, ആശ്രമത്തിൽ, മഹാരാഷ്ട്രയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ. ആരോ ഒരാൾ പറഞ്ഞിട്ടാണ് സ്വാമിജിയെ കാണാൻ വന്നത്. എന്താ വിഷയം? എനിക്ക് സ്വാമിജിയോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളത്? സ്വാമിജി, ഞാൻ കഴിഞ്ഞ കുറച്ച് 2-3 കൊല്ലങ്ങളായി ഏറ്റവും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്? എങ്ങനെയാണ് സ്വാമിജി അത് പറയുക? ഞാൻ കൊന്നിട്ടില്ല മനുഷ്യരെ, അതുവരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ വേണ്ടേ? എനിക്കൊരു നേരെയാവാൻ പറ്റുമോ? നിശ്ചയമായിട്ട് നേരെയാവാൻ പറ്റും. പക്ഷേ ചെയ്ത പ്രവൃത്തി ഇനി രണ്ടാമത് ചെയ്യരുത്. ചെയ്ത പ്രവൃത്തി ഇനി രണ്ടാമത് ചെയ്യരുത്. ചെയ്തിടത്തോളമുള്ള പാപം ഞാൻ ഏറ്റെടുത്തോളാം. എൻ്റെ കാലിൻ്റെ അടിയിലിട്ടൊരു പൊക്കോളൂ, ഞാനത് മുഴുവൻ എടുത്തോളാം. പക്ഷേ ഇനി രണ്ടാമത് ചെയ്യരുത്. ഇനി നേരെയാവാനായിട്ട് എന്തു വേണം എന്ന് ചോദിച്ചാൽ, ലോകത്തിലെല്ലാവർക്കും ഉണ്ട് ഒരു മോചനം. ആ മോചനത്തിന് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം, ഒരു ഭാവന. അത് ഭദ്രമായി സൂക്ഷിച്ചോളൂ. നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു ബ്രഹ്മചാരിയായി കഴിഞ്ഞുകൂടൂ. ഒരൊറ്റ ആളോടും ഒന്നും ചോദിക്കരുത്. ജീവിതത്തിന് വേണ്ടതൊക്കെ തന്നെ വന്നുകൊള്ളും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്തായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പം അത് പറയുന്നുണ്ട് ഞാൻ. എന്ത്? എത്ര പാപം ചെയ്താലും ആ പാപത്തിനൊരു പരിഹാരമുണ്ടെന്ന്. ഇത് ഏതെങ്കിലും ഒരു കല്ലോ ഒരു വിഗ്രഹമോ ഒരു പത്മോ നിങ്ങളോട് പറയോ? എവിടെ പോയി കഴിഞ്ഞു? തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. കൃഷ്ണന് തൃപ്തിയായില്ല, കൂട്ടിച്ചേർക്കാണ്. നാഗ്നിർന സൂര്യോ ന ചന്ദ്രതാരകം ന ഭൂർജലം ഖം ശ്വസനോധ വാങ്മനഃ ഉപാസിത ഭേദകൃതോ ഹരന്ത്യഖം വിപശ്ചിതോ ഘ്നന്തി മുഹൂർത്ത സേവയാ. എന്ത് പറയുന്നുണ്ടെങ്കിലും അതിനെ യുക്തിസഹമായി സമർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. നാഗ്നിർന സൂര്യോ ന ചന്ദ്രതാരകം ന ഭൂർജലം ഖം ശ്വസനോധ വാങ്മനഃ. നമ്മൾ ഉപാസിക്കാനായി ഇന്നത്തെ കാലത്താണ് വിഗ്രഹങ്ങളും പടങ്ങളും ഒക്കെ. ആദ്യകാലം മുതൽക്ക് പഞ്ചഭൂതങ്ങളെയൊക്കെയാണ് ഉപാസിച്ചു കൊണ്ടിരുന്നത്. അഗ്നിയെ, നാഗ്നി സൂര്യനെ, ന ചന്ദ്രതാരകം ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ന ഭൂഹു ഭൂമി, ജലം, ന ഭൂർജലം ഖം ആകാശത്തെ, ശ്വസനോധ വാങ്മനഃ ശ്വാസം വായു, വാങ്മനഃ വാഗ്ദേവത മനോദേവത. ഇങ്ങനെ പലതരത്തിലുള്ള ദേവതകളെയാണ് വേദങ്ങളിൽ ഉപാസന നടത്തിക്കൊണ്ടിരുന്ന മന്ത്രതന്ത്രങ്ങളിലൂടെ. അതിൽ പറയാണ്, ഇങ്ങനെ അഗ്നിയായാലും സൂര്യനായാലും ചന്ദ്രനായാലും താരകമായാലും ഭൂമിയായാലും വെള്ളമായാലും ആകാശമായാലും വായു ആയാലും വാഗ്ദേവതയായാലും മനോദേവതയായാലും ഒരൊറ്റ എണ്ണം ഉപാസിത ഭേദകൃതോ നഹരന്ത്യഖം. ഇവയെ എത്ര നിങ്ങൾ ഉപാസിച്ചാലും നിങ്ങളുടെ പാപം അവ അപഹരിക്കുന്നില്ല. ഉപാസിത ഭേദകൃതോ നഹരന്ത്യഖം. ഈ ഉപാസിക്കുന്നവൻ്റെ പാപത്തെ അവ അപഹരിക്കുന്നില്ല. എന്താ കാരണം? ഭേദകൃത. ഇത് മനസ്സിലാക്കാൻ വിവേകം വേണം. പല ദേവതകളെ ഉപാസിക്കുമ്പോൾ ആ ദേവതകൾ ഒന്നിന് മീതെ വേറെ ഒന്ന്, ഒന്നിന് താഴെ വേറെ ഒന്ന് എന്നിങ്ങനെ പലതുമുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ ഉപാസിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഉപാസിക്കുന്നവരിൽ വ്യത്യാസ ബുദ്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് അവ നിലനിൽക്കുന്നത്. ചന്ദ്രനെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചന്ദ്രനൊന്ന് വേറെ, സൂര്യനൊന്ന് വേറെ, നക്ഷത്രമൊന്ന് വേറെ, ഭൂമിയൊന്ന് വേറെ, വായു ഒന്ന് വേറെ, ഇങ്ങനെ പലതുമായില്ലേ? ഈ പലതുണ്ടോ ഈശ്വരൻ, അതോ ഒന്നോ? അപ്പോൾ ഒന്ന് എന്നുള്ള സങ്കല്പത്തിന് വിരോധമല്ലേ ഇത്തരത്തിലുള്ള ഭേദബുദ്ധിയും വിവിധ ദേവതകളെ ഉപാസിക്കുന്നതും? അപ്പം നിങ്ങൾ 33 കോടി ദേവകളുണ്ട് എന്ന് പറയുന്നു, എല്ലാം ഉപാസിച്ചിട്ട് 2 എണ്ണം ബാക്കി വന്നാലോ കണ്ണുരുട്ടി മുഴിച്ച് നിങ്ങളെ ഒക്കെ തകരാറിലാക്കില്ലേ? അപ്പോൾ ഒരിക്കലും ഇത് ശരിയാവില്ല എന്ന്. ഭേദബുദ്ധി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഉപാസന നിലനിൽക്കുന്നത്. ഉപാസിത ഭേദകൃതോ നഹരന്ത്യഖം. അതേ സമയത്ത് വിപശ്ചിതോ ഘ്നന്തി മുഹൂർത്ത സേവയാ. ഒരു തത്വജ്ഞാനിയെ സമീപിച്ച്, ഒരു മഹർഷിയെ സമീപിച്ച്, ഒരു ആത്മജ്ഞാനിയെ യോഗയുക്തനെ സമീപിച്ച് ആ ആളെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു മുഹൂർത്തം മാത്രം മതി അദ്ദേഹത്തിന് പറയാൻ, എല്ലാം കൂടിയിട്ടൊരൊറ്റ ചൈതന്യമേ ഉള്ളൂ. അതാണ് താൻ, അതാണ് നമ്മുടെ മനസ്സ്, അതാണ് നമ്മുടെ ബുദ്ധി, അതാണ് ഉറക്കം, അതാണ് ഉണർവ്, അതാണ് സ്വപ്നം. ആ സത്യം അദ്ദേഹം ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും.
അപ്പം അദ്ദേഹമാണോ ശുദ്ധീകരിക്കുന്നത് നിങ്ങളെ, അതോ ഭേദബുദ്ധി രചിക്കുന്നതായ ദേവതകളോ? എത്ര വിശേഷമായിട്ടാണ് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്നത്. ഉപനിഷത്ത് തത്വങ്ങളാണിതൊക്കെ. നാഗ്നിർന സൂര്യോ ന ച ചന്ദ്രതാരകം ന ഭൂർജലം ഖം ശ്വസനോഥ വാങ്മനഃ ഉപാസിത ഭേദകൃതോ ഹരന്ത്യഘം വിപശ്ചിതോ ഗ്രന്ഥി മുഹൂർത്ത സേവയാ. ഈ സജ്ജനങ്ങളുടെ അടുത്ത് പോയി അവരോട് സംഘം പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ കൂടെ കഴിയുക, അവരെ കാണുന്നത് ഇഷ്ടാവുക, അവർക്ക് എന്തെങ്കിലും ഉപഹാരങ്ങൾ വേണമെങ്കിൽ കൊടുക്കുക, അവർ പറയുന്നത് കേൾക്കുക. യദു ചക്രവർത്തി അവധൂതനെ വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിപ്പിക്കുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ് നിമി നവയോഗികളോട് സംസാരിച്ചു, കൃഷ്ണനെ കൊണ്ട് അർജുനൻ സംസാരിപ്പിച്ചു. അങ്ങനെ 4 വാക്ക് പറയുന്നത് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലുന്നുണ്ടല്ലോ. ഇതിനാണ് സത്സംഗം, സജ്ജന സംഘം എന്ന് പറയുന്നത്. ആ സജ്ജന സംഘം തന്നെ വലിയൊരു തീർത്ഥമാണ്. വസിഷ്ഠർ പറയുകയാണ് യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമനോട്, യസ്നാദശീതസിതയാ സാധു സംഗമ ഗംഗയാ കിം തസ്യ ദാനൈഹി കിം തീർത്ഥൈഹി കിം തപോഭിഹി കിം അധ്വരൈഹി. നിങ്ങൾക്ക് ഈ ശ്ലോകമൊക്കെ പിടിക്കുന്നുണ്ടോ? ഞാൻ ഈ ശ്ലോകം ഇല്ലാതെയാ സംസാരിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിടിക്കുമോ? പക്ഷേ സ്വാമിജിക്ക് ശ്ലോകം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം. യസ്നാദശീതസിതയാ സാധു സംഗമ ഗംഗയാ. യസ്നാഥ, ആരാണോ ചെന്ന് കുളിക്കുന്നത്, എവിടെ? ശീതസിതയാ, വളരെ മധുരവും ശാന്തശീതളവുമായിരിക്കുന്ന സാധുസംഗമ ഗംഗ. സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ചെന്ന് അവർ പറയുന്നത് കേട്ടുകൊണ്ട്, അവർ പറയുന്ന വാക്ക് എന്താ? ആകാശഗംഗയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ വിലപ്പിടിച്ച വാക്കുകളാണ്. ആകാശഗംഗ. നിങ്ങൾ തേടി നടക്കുന്നത് ഭൂമിയിലുള്ള ജലഗംഗയാണ് തേടി നടക്കുന്നത്. അത് ശരീരത്തിൽ മാത്രമേ ഒഴിക്കാനും കുളിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ കുളിക്കാൻ പറ്റില്ല. ഗംഗാജലമെടുത്ത് മൂക്കിൻ്റെ ഉള്ളിൽ കൂടിയോ തൊണ്ടയുടെ ഉള്ളിൽ കൂടിയോ അകത്തേക്ക് ഇങ്ങോട്ട് വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? മരിച്ചു പോകും. അപ്പം അത് ദേഹത്തിലുള്ള ചളി കളയാനേ ഉപയോഗിക്കുള്ളൂ, പ്രയോജനപ്പെടുള്ളൂ. സാധു സംഗമഗംഗയാ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ആകാശത്തു കൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ കർണപുടങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് മസ്തിഷ്കത്തെയും ഹൃദയത്തെയും എല്ലാ ധമനികളെയും പരിശുദ്ധമാക്കി തീർക്കുന്നു. അതാണ് അതിന് ആകാശഗംഗ എന്ന് പേര് ശബ്ദത്തിന്. അപ്പം സജ്ജനങ്ങളുടെ അടുത്ത് പോയി അവരുടെ വാക്കുകളും വാണികളും കേട്ട് അവരുടെ അവതരണങ്ങളൊക്കെ കേട്ട് പരീക്ഷിച്ച് എന്താ ചെയ്യുന്നത്? ശുഗമുനിയുടെ മുഖത്തിൽ നിന്ന് നിർഗളിക്കുന്നതായ ആകാശഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം 6 ദിവസം. 7-ാം ദിവസം മുക്തനായി. അതുപോലെ സംഭവിക്കുന്നു. യസ്നാദശീതസിതയാ സാധു സംഗമ ഗംഗയാ. സാധുസംഗമ ഗംഗ കൊണ്ട് ആരാണോ കുളിക്കുന്നത് ആ ഗംഗയിൽ കിം തസ്യ ദാനൈഹി കിം തീർത്ഥൈഹി കിം തപോഭിഹി കിം അധ്വരൈഹി. ആ ആൾക്ക് പിന്നെ ദാനം വലിയ ഒരു കർമ്മമാണ്. ആ ദാനം കൊണ്ട് എന്ത് പ്രയോജനം? തീർത്ഥസ്ഥാനങ്ങളിൽ ചെന്ന് കുളിച്ചിട്ട് എന്താണ് പ്രയോജനം? കഠിന തപസ് ചെയ്തിട്ട് എന്ത് വേണം? കിം അധ്വരൈഹി. യാഗയജ്ഞങ്ങൾ തേടി നടക്കണോ? ഒന്നും വേണ്ട. ഈ സാധുസംഗമ ഗംഗ എന്ന് പറയുന്ന ഗംഗയിൽ ചെന്ന് വേണ്ടതുപോലെ കുളിച്ചു കൂടിയാൽ മതി. യസ്നാദശീതസിതയാ സാധുസംഗമ ഗംഗയാ കിം തസ്യ ദാനൈഹി കിം തീർത്ഥൈഹി കിം തപോഭിഹി കിം അധ്വരൈഹി. നൈഷാം മതിസ്താവതുരുക്രമാഘ്രിം സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥഃ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ അച്ഛനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതാണ് രംഗം. എൻ്റെ മോനെ, ചണ്ടാമർക്കന്മാരിൽ നിന്ന് നീ പഠിച്ച ഉത്തമമായ പാഠം എന്താണെന്ന് ചോദിച്ചു. ആദ്യം അതിന് മറുപടി പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു. ആ പറഞ്ഞതൊന്നും ഹിരണ്യകശിപുവിന് രുചിക്കുന്ന കാര്യങ്ങളെല്ലാം. കോപിഷ്ഠനായി. ദേഷ്യപ്പെട്ടപ്പോൾ ചണ്ടാമർക്കന്മാരുടെ നേരെ കണ്ണുരുട്ടി മിഴിച്ചപ്പോൾ അവർ പറയാണ്, ഞങ്ങളെ കുറ്റം പറയരുതേ, ഈ കുട്ടിക്കിത് ഞങ്ങളാരും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതല്ല. ന മത്പ്രണീതം ന പരപ്രണീതം. ബാക്കിയുള്ളവരും പഠിപ്പിച്ചു കൊടുത്തതല്ല. ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടുള്ളതാ. അപ്പം അച്ഛൻ മകൻ്റെ നേരെ നോക്കി പറയുകയാണ്, ഇത് ആചാര്യന്മാരും പഠിപ്പിച്ചതല്ല, വല്ലവരും ഇടയിൽ ചാടിക്കേറി പഠിപ്പിച്ചതും അല്ലെങ്കിൽ നിനക്ക് എവിടുന്നാടാ കിട്ടിയത് ഈ ഹരിഭക്തി എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞങ്ങനെ പറയുക. ഇത് ഗൃഹസ്ഥന്മാരുടെ ഉള്ളിൽ ജനിച്ചാലൊന്നും കിട്ടാൻ പോണില്ല. അവർക്ക് സ്വയം ഇല്ല. തമ്മിൽ സംസാരിച്ചാലും കിട്ടില്ല.
ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നൈഷാമതിസ്താവദുരുക്രമാംഗ്രിൻ സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. ഈ ലോകത്തിൽ നിഷ്കിഞ്ചനന്മാർ ചിലരുണ്ട്. എന്ത്? നിഷ്കിഞ്ചനന്മാർ. ഒന്നിനോടും തൻ്റെ എന്നൊരു തോന്നലില്ലായ, വിരലിൻ്റെ തുമ്പോ നഖമോ ഒരു രോമകൂപമോ ഒന്നും തന്നെ തൻ്റെയല്ല. എൻ്റെ ശരീരം ഭൂമിയിലുള്ള അനവധി ജീവരാശികളിൽപ്പെട്ട ഒന്നാണ്. അമ്മ പ്രസവിച്ചു, പക്ഷേ അമ്മയും ഭൂസന്താനമാണ്. പഞ്ചഭൂതങ്ങൾ എങ്ങനെയോ അതുപോലെയാണ് ഭൂനിവാസികൾ. അപ്പോൾ ഭൂമിയിൽ ജനിച്ച ഞാൻ എൻ്റെയാണെന്ന് പറഞ്ഞുകൂടാ. ഭൂമി എൻ്റെ അല്ല. ഭൂവാസം കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. എൻ്റെ കൈയടക്കം, കാലടക്കം, കണ്ണടക്കം, ചെവിയടക്കം, മനസ്സടക്കം, ബുദ്ധിയടക്കം, അഹങ്കാരമടക്കം ഒന്നും എൻ്റേതല്ല, എൻ്റേതല്ല, എൻ്റേതല്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിഷ്കിഞ്ചനന്മാരായിരിക്കുന്ന ചില തപസ്വികളുണ്ട്, തത്വജ്ഞാനികൾ. എങ്ങനെയാണോ നിങ്ങളെല്ലാവരും എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഒന്നും ഞങ്ങളുടെ അല്ല, എൻ്റെ അല്ല എന്ന് വിചാരിക്കുന്ന നിഷ്കിഞ്ചനന്മാർ. കിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചിലതിനോട് തൻ്റെ എന്നൊരു വിചാരമുള്ളവർ. നിഷ്കിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ അതും കൂടി ഇല്ലാത്തവർ. കൃഷ്ണൻ പറയാണ്, നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. രുക്മിണിയോട് പറയുക, നീ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ഞങ്ങൾ നിഷ്കിഞ്ചനന്മാരാണെന്ന് അറിയില്ലേ? ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിഷ്കിഞ്ചനന്മാരാ. തപസ്വികൾ മാത്രമേ എന്നെ പോലെയുള്ളവരുടെ പാട്ട് പാടുള്ളൂ, ബാക്കിയുള്ളവർ പാടില്ല. പണക്കാരൊന്നും എന്നെ ഇഷ്ടപ്പെടില്ല, അവരൊക്കെ വലിയ ജീവിതമാണ്. നീ എന്തിനാ അബദ്ധം ചെയ്ത് എന്നെ കല്യാണം കഴിച്ചത് രുക്മിണി? ഇപ്പോഴെങ്കിലും ഒരു പുനഃപരിശോധന നടത്തി ശിശുപാലനെ തന്നെ വേൾക്കാനുള്ള നടപടി എടുത്തുകൂടെ എന്ന് വരെ ചോദിച്ചു കൃഷ്ണൻ. നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഈ നിഷ്കിഞ്ചനന്മാരായി ലോകത്തിൽ നടക്കുന്ന ചിലരുണ്ട്, തത്വജ്ഞാനികൾ. ആ ആത്മജ്ഞാനം, ആ സിദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, വീട്ടുകാരും ഇഷ്ടപ്പെടില്ല. അവർ തന്നെ പറയും, നിങ്ങളുടെ ദൃഷ്ടി ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്നാൽ വീട്ടിൽ നിന്ന് പോവുക നല്ലത്. ഭാര്യ എത്രത്തോളം കാലം ഇഷ്ടപ്പെടും? ഈ ഭാര്യ എൻ്റെയാണ്, സ്വന്തം എന്ന് പറയുന്ന ഭർത്താവിനെ ഇഷ്ടപ്പെടുള്ളൂ, അല്ലാത്ത ഭാര്യ ഇഷ്ടപ്പെടില്ല അല്ലാത്ത ആളെ. അപ്പം അവരൊക്കെ പോകാൻ തന്നെത്താനെ പറഞ്ഞോളും. അപ്പം നിഷ്കിഞ്ചനന്മാരായിരിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ള തത്വജ്ഞാനികൾ, പരമഭക്തന്മാർ, പരമഭാഗവതന്മാർ, അവരെ ചെന്ന് നമസ്കരിച്ച് ആ വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. മഹീയസാം, മഹാത്മാക്കളായിട്ടുള്ളവർ, പാദരജോഭിഷേകം. നിഷ്കിഞ്ചനന്മാരും മഹാത്മാക്കളുമായിട്ടുള്ളവരുടെ പാദങ്ങളിലുള്ള പൂമ്പൊടിയുണ്ടല്ലോ, അവിടെ ചെന്ന് നമസ്കരിച്ച് ആ പൂമ്പൊടി തലയിലേറ്റ് ശരീരം മുഴുവനും തല മുഴുവനും അതിനാൽ അഭിഷിക്തമായി എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഭക്തി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അങ്ങയുടെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല എനിക്ക് കിട്ടിയത്, നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ്. മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. വൃണീത എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വരിക്കുകയാണ്. നിങ്ങൾ സ്വയംവരം എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ? അനവധി രാജകുമാരന്മാരും രാജാക്കന്മാരുമായിട്ടുള്ള നിറഞ്ഞ ഒരു സദസ്സിൽ ഒരു രാജകന്യക 2 സഖികളോടുകൂടി പോവാണ്. അവർ 2 പേരുടെ കയ്യിൽ മാലയുണ്ട്, വരണമാല ചാർത്താനായി. ആ രാജകന്യക ആ സദസ്സിലൂടെ ഓരോ ആൾ നടന്ന് കയറുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഓരോ രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ്റെ മുൻപിലെത്തിയാൽ ആ സഖികൾ ആ രാജാവിൻ്റെയോ കുമാരൻ്റെയോ ഗുണഗണങ്ങളും കീർത്തികളും ഇങ്ങനെ പാടും. അപ്പോൾ ഈ സഖി പറയുന്ന വാക്കുകളൊക്കെ ചെവി കേൾക്കും, കണ്ണുകൊണ്ട് ആ കുമാരനെ കാണുകയും ചെയ്യും. ഈ കേട്ടതും കണ്ടതും കൂടി യോജിച്ച് പൊരുത്തപ്പെട്ടു എന്ന് തോന്നിയാൽ നിറഞ്ഞ സദസ്സിലുള്ള ആ കുമാരൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ രാജാവിൻ്റെ കഴുത്തിൽ വരണമാല്യം അങ്ങോട്ട് ചാർത്തും. ഇതാണല്ലോ സ്വയംവരം. അനവധി പേരുണ്ട്, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. അതിൽ മിക്കവാറും ആദ്യം പറയുന്നവരെ തള്ളിക്കളഞ്ഞിട്ടാണ് സാധാരണ പല കന്യകമാരും പോവുക. അങ്ങനെ ഓരോരുത്തരെ താണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് മൗഢ്യമായി. കാളിദാസൻ ഇത് ചിത്രീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയുണ്ട്. സഞ്ചാരിണീ ദീപശിഖേവരാത്രൗ യം യം വ്യതീയായ പതിംവരാസ നരേന്ദ്രമാർഗാട്ട ഇവ പ്രഭേദേ വിവർണഭാവം സസഭൂമിപാലഃ. ഒരു വലിയ രാജപാതയുണ്ട്. അവിടെ 2 ഭാഗത്തും നല്ല മനോഹരമായ കെട്ടിടങ്ങളാണ്. ആ
ആ കെട്ടിടങ്ങളുള്ള സമയത്ത് പഴയ കാലത്തെ ഇലക്ട്രിഫിക്കേഷനൊന്നുമില്ല. അപ്പോൾ ഇരുട്ടായ കെട്ടിടങ്ങളൊക്കെ ഇരുട്ടിൽ മൂടിപ്പോവും. ആ സമയത്ത് ഒരു പെട്രോമാക്സ് പോലെ ഒരു ദീപശിഖ അതിലേ കടന്നു പോവുക. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഏതേത് കെട്ടിടത്തിൻ്റെ മുൻപിൽ വന്നോ ആ കെട്ടിടം പൂർണ്ണമായി പ്രകാശിക്കും. ആ ദീപശിഖ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പിന്നെ അടുത്തതിനായി പ്രകാശം കുറച്ച് 1-2 എണ്ണത്തിന് അപ്പുറത്തും ഇപ്പുറത്തും കുറേശ്ശേ ഉണ്ടാവും. കഴിഞ്ഞു പോയതിന് തിരിച്ച മങ്ങലും. അതുപോലെയാണത്രേ ഇന്ദുമതി കടന്നു പോയത്. സഞ്ചാരിണീ ദീപശിഖേവരാത്രൗ, രാത്രിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദീപശിഖയെ പോലെ യം യം വ്യതീയായ പതിം വരാസ, പതിയെ കിട്ടണം എന്ന് വിചാരിച്ച് വരിക്കാൻ വേണ്ടി ആ ഇച്ഛയോടുകൂടി അങ്ങനെ കടന്നു പോകുമ്പോൾ യം യം വ്യതീയായ, സഖി പറയണതൊക്കെ കേട്ടു, ഇഷ്ടമായില്ല, അങ്ങനെ എടുത്തു വെച്ചു അടുത്ത ആളിലേക്ക്. അങ്ങനെ പോകുമ്പോൾ ഈ ഇന്ദുമതി ഒരു ദീപശിഖ പോലെയാണ്. അവർ വന്ന് മുമ്പിൽ നിന്നപ്പോൾ ആൾക്ക് വിചാരം ഉണ്ടാവും എൻ്റെ കഴുത്തിലാ മാല വരിക എന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. താണ്ടി അങ്ങോട്ട് കടന്നപ്പോൾ മുഖം വളറി. അങ്ങനെ പിന്നിലൊക്കെ വളർത്തിക്കൊണ്ട് മുൻപിൽ പ്രതീക്ഷ ജനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് പോലെ അങ്ങനെ നടന്നു. നരേന്ദ്ര മാർഗാട്ട ഇവ പ്രഭേദേ വിവർണഭാവം സസഭൂമിപാല, ആരെയൊക്കെ കടന്നു ചെന്നുവോ അവർക്കൊക്കെ മുഖത്തിന് വിളർപ്പായി എന്ന്. അതുപോലെ ഒരു കഥ ഇവിടെ പറയാറുണ്ട്. മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. ഈ പ്രഹ്ലാദൻ പറയുന്ന ഈ ഭാഗമാണ്. നിഷ്കിഞ്ചനന്മാരെ പോയി വരിക്കണം എന്ന്. ആ വരണശബ്ദത്തിനാണ് ഞാനിത് പറഞ്ഞത്. സ്വയംവരം എന്ന് പറഞ്ഞാൽ ഒരു കന്യക നിറഞ്ഞ സദസ്സിൽ പലരും വന്നവരെ എല്ലാവരെയും പരിശോധിച്ച് നോക്കിയതിന് ശേഷം തനിക്ക് ഇഷ്ടപ്പെട്ടവനാണ് പൊരുന്നവനാണ് എന്ന് പറഞ്ഞ് വരണമാല്യം ചാർത്തുന്നത് പോലെ ഈ നിഷ്കിഞ്ചനന്മാരുടെ പാദങ്ങൾ അണഞ്ഞ് അതാണ് നമുക്ക് ശ്രേഷ്ഠം, നമുക്ക് സാഫല്യം അണയ്ക്കാനുള്ളത് എന്ന് വിചാരിച്ച് അത് സേവിക്കണം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. അവരെ പോയി കഴുത്തിൽ മാലയിടുക എന്നല്ല, കാക്കൽ നമസ്കരിച്ച് ആ പാദപൂമ്പൊടി കൊണ്ട് തൻ്റെ ശിരസ്സും തൻ്റെ ശരീരവുമൊക്കെ ആ പൊടിയിൽ അങ്ങോട്ട് കുളിച്ചാൽ മാത്രമേ നൈഷാം മതിസ്താവതുരുക്രമാഘ്രിം സ്പൃശത്യനർത്ഥാപഗമോ യഥർത്ഥ. അപ്പം മാത്രമേ നമ്മുടെ മനസ്സ് പരമേശ്വരൻ ആദിനാരായണൻ ശ്രീഹരിയുടെ ആ പാദത്തിൽ സ്പർശിക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കുള്ളൂ. ആ സ്പർശനം എങ്ങനത്തതാ? സ്പൃശത്യനർത്ഥാപഗമോ യഥർത്ഥ. ലോകത്തിൽ ജനിച്ചത് മൂലം ഉണ്ടാകുന്ന എല്ലാ അനർത്ഥങ്ങളെയും പൂർണ്ണമായി കഴുകിക്കളയുന്നതാണ് ഈ സ്പർശം. നിഷ്കിഞ്ചനന്മാർ മഹാത്മാക്കളുടെ അടുത്ത് പോയി അവരെ പാദകമലങ്ങൾ നമസ്കരിച്ച് അതിൽ നിന്നുള്ള പൊടികൾ കൊണ്ട് നമ്മുടെ ശരീരം പവിത്രമായി മൂടി എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമേ ഹരിഭക്തി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഞാനിത് എന്തിനാ പറഞ്ഞത്? നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ എന്ന് പറഞ്ഞല്ലോ. ജലമയമായിട്ടുള്ളതല്ല തീർത്ഥം, മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയതല്ല ദേവന്മാർ. വളരെ കാലം ഉപാസിച്ചാൽ ഉപാസകൻ്റെ ബലം കൊണ്ടും പ്രയത്നം കൊണ്ടും കുറച്ച് ശുദ്ധി വരുന്നതല്ലാതെ അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ശുദ്ധി കിട്ടുന്നില്ല. നേരെ മറിച്ചോ സജ്ജനങ്ങളെ പോയി കണ്ട മാത്രയിൽ അവർ കടാക്ഷമരുളുന്ന 2 കണ്ണുകൾ കൊണ്ട് നിങ്ങളെ നോക്കിക്കണ്ട് ഇവർ നന്നാവട്ടെ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ തോന്നും. ഇത് പെട്ടെന്ന് നടക്കണത്, മറ്റത് ദീർഘകാലം കൊണ്ടും കൂടി നടക്കാത്തത്. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ തൊലി ഉരിച്ചാണ് ഭാഗവതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇനി അഗ്നിയാണ് അടുത്ത ഉദാഹരണം. അഗ്നിയെപ്പറ്റി എന്താ പറയുന്നത്? ആപോഗ്നിശ്ചന്ദ്രമാ രവിഹി തേജസ്വീ തപസാദീപ്തോ ദുർധർഷോ ഉദരഭാജനഃ സർവഭക്ഷോഭിയുക്താത്മാ നാദത്തേ മലമഗ്നിവത്. ഒരു അവധൂതനായിരിക്കുക, തത്വജ്ഞാനിയാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? തേജസ്വി, ആ ആത്മാവിൻ്റെ തേജസ് ഉണ്ടല്ലോ, ആ തേജസ് മൂലം പ്രകാശിതനായി ആ ആൾ ജീവിക്കണം. ഒരു വിധത്തിലുള്ള കുലുക്കവും കോട്ടവും വിഷമവും തോന്നരുത്. എപ്പോൾ നോക്കിയാലും മന്ദസ്മിത മുഖം തന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റണം. ഈ ലോകം എത്രയോ കാലം കഴിഞ്ഞതാണ്, ജീവിച്ചതാണ്, ഇനിയും എത്രയോ കാലം കഴിയും. ഒരു കോട്ടവും കറവും നമുക്ക് ഉണ്ടാവാൻ പോണില്ല എന്ന് വിചാരിച്ച് നല്ല സ്ഥൈര്യത്തോടു കൂടി കുലുക്കമില്ലാതെ ആത്മാസീനനായിട്ടിരിക്കണം. തേജസ്വി തപസാദീപ്തോ, ജ്ഞാന തപസ്സുകൊണ്ട് ദീപ്തനായിരിക്കണം. ദുർധർഷ ഉദരഭാജന, ഒരൊറ്റ ആൾക്കും അതിക്രമിക്കാൻ പറ്റാത്തത്ര
തേജോ വൈഭവം ആ ആൾക്കുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ ഉദരം മാത്രമാണ് പാത്രം. സർവഭക്ഷോഭിയുക്താത്മാ, ആരാരെല്ലാം എന്തെല്ലാം കൊടുത്താലും ആ കൊടുത്തവർ നല്ലവരോ മോശക്കാരോ എന്ന് ആലോചിക്കാതെ എല്ലാം ഭക്ഷിച്ചുകൊണ്ട് സർവഭക്ഷോഭി യുക്താത്മാ, മനസ്സും ബുദ്ധിയുമെല്ലാം ആത്മയുക്തമായിരുന്ന് നാദത്തെ മലമഗ്നിവത്, അഗ്നി എന്തിനെ ദഹിപ്പിച്ചാലും ആ ദഹിപ്പിക്കപ്പെട്ട വസ്തുവിൽ നിന്ന് സ്വല്പമെങ്കിലും മാലിന്യമോ ദോഷമോ അഗ്നിക്ക് വരാതെ ഇരിക്കുന്നത് മാതിരി എപ്പോഴും പവിത്രമായ ഒരു നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് ഞാൻ അഗ്നിയിൽ നിന്ന് പഠിച്ചത്. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ, അതായത് മുക്തിസ്കന്ധത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു തുടക്കമാണ് നാം വിവരിക്കുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കും ഈ മുക്തിസ്കന്ധം എന്ന് പറഞ്ഞാൽ മാലപ്പടക്കം പൊട്ടിയ മാതിരി പൊട്ടി അവസാനിക്കുന്നു. അങ്ങനെയൊന്നും അവസാനിക്കുന്നില്ല. 24 അധ്യായമാണ്. ശ്ലോകങ്ങൾ കുറേ അധികമുണ്ട്, 1000 ചില്ലാനോ മറ്റുമുണ്ട്. കൃത്യമായിട്ട് ഞാനിപ്പോൾ എണ്ണി പറഞ്ഞതല്ല. വളരെ വിപുലമായിട്ടുള്ള ഒരു ശാസ്ത്രമാണിത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ആ രംഗമോ അതും വളരെ പ്രധാനമാണ്. ഇവിടെ ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഇതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ആദ്യമായിട്ട് ശ്രീകൃഷ്ണനാണിത് പറഞ്ഞു ധരിപ്പിക്കുന്നത്. ആരെ? പരമഭക്തനായിരിക്കുന്ന ഉദ്ധവന്. ഈ കൃഷ്ണ പരമാത്മാവും ആ പരമഭക്തനായ ഉദ്ധവനും നിങ്ങളുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിന്നാലേ ഇത് നിങ്ങൾക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഇത് ഉപായത്തിൽ ഗ്രഹിക്കാം എന്ന് വിചാരിക്കരുത്. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും സ്വാമിജി കേട്ട് മനസ്സിലാവുന്നു എന്ന് പലരും എനിക്ക് എഴുതുന്നുണ്ട്. കുട്ടികൾ കേൾക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. ഞാൻ പ്രത്യേകിച്ചും അവരെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു, അഭിനന്ദിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് സാധാരണ ഒരു മതചർച്ചയല്ല, മതാനുഷ്ഠാന ചർച്ചയല്ല. മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും വളരെയധികം ഗാഠമായി വിശകലനം ചെയ്ത് മനസ്സിന് ഭദ്രത അണയ്ക്കാനും ബുദ്ധിക്ക് ആശയത്തെളിച്ചമുണ്ടാവാനും അതുവഴി നമ്മുടെ ജീവിതം സുഭഗമാവാനും വേണ്ടിയാണ് ഈ ചർച്ച എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധി സൂക്ഷ്മതയുണ്ടോ, ബുദ്ധിക്ക് ആഴമുണ്ടോ, അതനുസരിച്ച് ഈ പറയുന്നതൊക്കെ ഗ്രഹിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഒന്നാമത് കൃഷ്ണ പരമാത്മാവാണ് ഈ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? സ്വയം പറയല്ല, അപൂർവമായിരിക്കുന്ന ഒരു രംഗം. എന്താണ് ആ രംഗം? ഒരു അവധൂതൻ എല്ലാം വലിച്ചെറിഞ്ഞ് ആപ്തകാമനായി സ്വതന്ത്രനായി സ്വന്തം ചക്രവർത്തിയായി സഞ്ചരിക്കുന്ന ഒരു അവധൂതനാണ്. അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയതാരാ? യദു ചക്രവർത്തി. ചക്രവർത്തി ഉപായപ്പെട്ടവനാണോ? അല്ല. ചക്രവർത്തിയുടെ ദൃഷ്ടിയിൽ മാത്രമേ ഈ അവധൂതൻ്റെ മഹിമ മനസ്സിലായുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അവധൂതനോട് എന്തൊക്കെ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളത് മനസ്സിൽ ധരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങാനും പൂർവ്വഭാഗങ്ങൾ കേൾക്കാതെ പുതിയ ഭാഗങ്ങൾ കേൾക്കുന്നവരുണ്ടാവുമല്ലോ, അവരെല്ലാവരും പഴയത് കേട്ട് മനസ്സിലാക്കാനോ വായിച്ച് ഗ്രഹിക്കാനോ നോക്കുക. അവധൂതനെ കണ്ട് അദ്ദേഹത്തിൻ്റെ യോഗ്യതയും മഹാത്മ്യവും മനസ്സിലായ യദുചക്രവർത്തിയാണ് ചോദിക്കുന്നതും അദ്ദേഹത്തിനോട് പറയുന്നതും. അതാണ് തുടക്കത്തിൽ തന്നെ വളരെ ഭംഗിയായി ശുകമഹർഷി പറഞ്ഞു വച്ചത്. എന്താ? യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധസ. ഓരോ പദവും വളരെ മനസ്സിലാക്കേണ്ടതാണ്. യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധസ പൃഷ്ടഃ സഭാജിതഃ പ്രാഹ പ്രശ്രയാവനതം ദ്വിജഃ. ശ്രീകൃഷ്ണൻ സംസാരിക്കുന്നതിന് മുൻപ് ശുകമഹർഷി ആ രംഗം വിവരിച്ചുകൊണ്ട് ശ്രോതാക്കൾക്കും അനുവാചകന്മാർക്കും എല്ലാവർക്കും നല്ല ഒരു ഓർമ്മ വേണം. ആ ഓർമ്മ വരട്ടെ, മാത്രമല്ല അവരുടെ മനസ്സ് ഇത് കേൾക്കാനും ഗ്രഹിക്കാനും പറ്റിയ തരത്തിൽ സജ്ജമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിവരണം നൽകുന്നത്. യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധസ പൃഷ്ടഃ സഭാജിതഃ പ്രാഹ പ്രശ്രയാവനതം ദ്വിജഃ. ആ പൃച്ഛകനെയും മറുപടി പറയുന്ന ആളെയും രണ്ടുപേരെയും വിവരിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ ഭാഷയിലാണ് ശുകമഹർഷി പറയുന്നത്. ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞു എന്ന്. അപ്പം അദ്ദേഹം വലിയ ഒരു ഉദ്ധരണിയാണല്ലോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നൽകുന്നത്. ഞാൻ ചിലതെല്ലാം പറയാൻ പോകുന്നു എന്ന് പറയല്ല. ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് യദുചക്രവർത്തിയും അവധൂതനും തമ്മിൽ നടന്ന സംവാദമാണ്. ഇതൊരു ഇതിഹാസ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിൽ വളരെ കാലമായി പ്രചുര പ്രസിദ്ധമായിരിക്കുന്നു ഇവിടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യദുചക്രവർത്തിയാൽ ഇപ്രകാരം പൃഷ്ടഃ ചോദിക്കപ്പെട്ട ആ അവധൂത ബ്രാഹ്മണനുണ്ടല്ലോ, ബ്രഹ്മണ്യേന സുമേധസ. ഈ യദുചക്രവർത്തി എങ്ങനത്തവനാ? സുമേധസ ബ്രഹ്മണ്യേന. എന്താ അതിനർത്ഥം? നല്ല ഒരു ബ്രാഹ്മണ ഭക്തനാ.
രാജാക്കന്മാർക്ക് ധാരാളം അധികാരമുണ്ട്. ആ അധികാരം പ്രമത്തതയല്ല ഉണ്ടാക്കേണ്ടത്, വിനയമാണ് ഉണ്ടാക്കേണ്ടത്. അധികാരമുള്ളവർ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു നടക്കണ്ട. അധികാരമുള്ളവരെ കണ്ടാൽ തന്നെ ബാക്കിയുള്ളവർ മനസ്സിലാവും. ആ അധികാരം അവർക്ക് ഉണ്ടാവാനേ പാടുള്ളൂ, പ്രയോഗിക്കേണ്ടി വരരുത്. പ്രയോഗിക്കാതെ തന്നെ എല്ലാവരും അത് അർഹിക്കുന്ന തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കണം. അതാണ് അധികാരിയുടെ പ്രധാനപ്പെട്ട ലക്ഷണവും മേന്മയും. ബ്രഹ്മണ്യേന സുമേധസ, നല്ല ബുദ്ധിയുള്ളവനാ. മേധാശക്തി, പ്രജ്ഞാശക്തി, വിശേഷബുദ്ധി, വിവേകം, വകതിരിച്ച് മനസ്സിലാക്കാനുള്ള സൂക്ഷ്മത, പാടവം, ഇതെല്ലാം ഉണ്ട് ആർക്ക്? യദുചക്രവർത്തിക്ക്. മാത്രമല്ല ബ്രാഹ്മണ ഭക്തനുമാണ്. സാധാരണ ഈ രാജാക്കന്മാരാണല്ലോ രാജ്യം ഭരിക്കുന്നത്. അവരുടെ ഭരണം സുശക്തമായി സമ്പുഷ്ടമായി എന്നുണ്ടെങ്കിലേ ബ്രാഹ്മണർക്കും വിദ്വാൻമാർക്കും ഒക്കെ പ്രകാശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രാഹ്മണരെ പോഷിപ്പിക്കണമെങ്കിൽ രാജാക്കന്മാർ വേണം. രാജാക്കന്മാർ അവരുടെ അധികാരത്തിൻ്റെ പ്രമത്തതയാൽ എങ്ങാനും ഒരു നീരസമോ വിലക്കുറവോ കാണിച്ചാൽ അത് നന്നായിരിക്കില്ല. അപ്പോൾ ബ്രഹ്മണ്യനാണ്, ബ്രാഹ്മണ ഭക്തനാണ്, നല്ല ബുദ്ധിയുമുണ്ട്. പൃഷ്ട സഭാജിത പ്രാഹ പ്രശ്രയാവനതം ദ്വിജ. അവധൂതനോട് ചോദിച്ചതോ വളരെ ബഹുമാനത്തോടും ആദരവോടും നമ്രതയോടും കൂടിയാണ്. ഒരു അവധൂതൻ ആവശ്യപ്പെടുന്നത് പുഷ്പങ്ങൾ വട്ടിയിലും കൊട്ടയിലും കൊണ്ടുവന്ന് പൂജിക്കുകയാണ്, അങ്ങനെയൊന്നുമല്ല. അതിനുള്ള സന്ദർഭമല്ല. അവധൂതന്മാർ അങ്ങനെയുള്ള പശ്ചാത്തലത്തിലല്ല ഇരിക്കുക. ഒരു ഗുരുവിനെ ഗൃഹത്തിലേക്ക് വിളിച്ചു ക്ഷണിച്ചു, അദ്ദേഹത്തിനൊരു പാദപൂജ നടത്തി എന്ന് പറയുന്നത് പോലെയല്ല പോകുന്ന വഴിക്ക് ഒരു അവധൂതനെ കണ്ടാൽ അദ്ദേഹത്തിനെ ആദരിച്ച് സംസാരം തുടങ്ങുന്നത്. അപ്പം ആ ആദരവ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷയിലും വാക്കിലും പെരുമാറ്റത്തിലൊക്കെയാണ് കാണുക. അപ്പം സഭാജിത എന്നൊരു വാക്ക് ഉപയോഗിക്കുക. ഇവിടെ ശുഗമഹർഷി പറയുന്നു, വേദവ്യാസർ എഴുതിയിട്ടുണ്ട്, വേണ്ടതുപോലെ ആദരിച്ച് ബഹുമാനമൊക്കെ നൽകിയതിന് ശേഷം പ്രശ്രയാവനതം, വേണ്ടത്ര വിനയം നല്ല പോലെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ യദുചക്രവർത്തിയോട് ഞാൻ എന്ത് പറഞ്ഞാലും അദ്ദേഹം മനസ്സിലാക്കും, ഉൾക്കൊള്ളും, അനുസരിക്കും, അനുഷ്ഠാനം ആയിട്ട് കൊണ്ടു നടക്കും, അനുധാവനം ചെയ്യും എന്നുള്ളൊരു ബോധ്യം. അപ്പം ഇങ്ങനെ ഒരു പൃച്ഛകനും ഇങ്ങനെ ഒരു പ്രവക്താവും കാണുന്നതും കേൾക്കുന്നതും വളരെ അപൂർവമാണ്. അതുകൊണ്ടാണല്ലോ കൃഷ്ണ പരമാത്മാവ് തന്നെ അവർ രണ്ടുപേരെയും ഉദാഹരിച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ള സന്ദേശം പറയുന്നത്. കൃഷ്ണന് പറയാൻ അറിയാത്തത് കൊണ്ടാണോ? അല്ല, സ്വയം പറയാൻ വേണ്ടതുപോലെ അറിയാം. പെട്ടെന്ന് യുദ്ധക്കളത്തിൽ വെച്ച് അർജുനന് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഉപദേശം നൽകിയത് ലോകപ്രസിദ്ധമാണത്. അതുപോലെ ഇവിടെ ഉദ്ധവനോട് പറയാൻ അതിലും സൗകര്യമുണ്ട്, അദ്ദേഹത്തിന് പറയാൻ വിഷമില്ല, പറയാനും പോകുന്നുണ്ട്. പക്ഷെ മുഖവുരയായിട്ട് പറയാണ്, യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധസ പൃഷ്ട സഭാജിത പ്രാഹ പ്രശ്രയാവനതം ദ്വിജഃ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? എനിക്ക് 24 ഗുരുക്കന്മാരാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണല്ലോ. അതിൽ നമ്മൾ എവിടം വരെ എത്തി? പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാരവി കപോതോ അജഗര സിന്ധു പതംഗോ മധുഹൃത് ഗജ. ഇങ്ങനെ പോകുന്നു ഈ 24 ഗുരുക്കന്മാർ. അതിൽ 4 പേരുടെ കാര്യം പറഞ്ഞു. ഇനി 5ാമത്തതാണ് അഗ്നി. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തുടങ്ങിയ മാതിരിയാണത്. പഞ്ചഭൂതങ്ങളിൽ നിന്നാണല്ലോ ജീവജാലങ്ങളെല്ലാം ഉത്പത്തിയായിരിക്കുന്നത്. ആദ്യം പരബ്രഹ്മം. അതിനെ ഇന്നതെന്ന് നിർവചിക്കാനോ വിവരിക്കാനോ പറ്റില്ല. ആ പരബ്രഹ്മം, അതിന് ഇരിക്കാനൊരു സ്ഥലം വേണ്ട. സ്ഥലം, സ്പേസ്, ആകാശം അതിൽ നിന്നുണ്ടായതാണ്. ആ പരബ്രഹ്മത്തിൽ നിന്ന് സ്ഥലവും വസ്തുവുമായി പരിണാമം അല്ലെങ്കിൽ സംഭവിച്ചതാണ് പഞ്ചഭൂതം, പാഞ്ചഭൗതിക പ്രപഞ്ചം. അതിൽ ഓരോന്നിനെ പറ്റി പൃഥിവി, വായു, ആകാശം, ആപഹ, അഗ്നി. അഗ്നി വരെ ഇപ്പം എത്തിയിരിക്കുക 5ാമത്തത്. തേജസ്വീ തപസാദീപ്തോ ദുർധർഷോ ഉദരഭാജന സർവഭക്ഷോഭിയുക്താത്മാ നാദത്തേ മലമഗ്നിവത്. മനുഷ്യൻ ഒരു വ്യക്തിയാണ്, എന്നാലോ അയാൾക്ക് ചുറ്റും വളരെ സങ്കീർണവും വിശാലവുമായിരിക്കുന്ന ഒരു സമാജമാണ്. പഞ്ചഭൂതങ്ങളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. മനുഷ്യ സമാജത്തിൽ തന്നെ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. ആരെങ്കിലും ഒരാൾ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുക, നടക്കുക. ആ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് കൂടി സംസർഗം നടത്താതെ പറ്റില്ല, സമ്പർക്കം നടത്താതെ പറ്റില്ല. ഈ സമ്പർക്കം വ്യക്തികളായിട്ട് മാത്രമല്ല, വസ്തുക്കളായിട്ടും ചുറ്റുപാടുകളായും സന്ദർഭങ്ങളായും ഒക്കെ നമുക്ക് സമ്പർക്കം പുലർത്തേണ്ടി വരും. അതിൽ അന്തർവ്യക്തീയ സമ്പർക്കമാണ് ഏറ്റവും സങ്കീർണവും ചോദ്യചിഹ്നവും ആയിരിക്കുക. അന്തർവ്യക്തീയ സമ്പർക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അവർ ഇൻട്രാക്ഷൻസ് ആർ നോട്ട് മിയർലി വിത്ത് ഹ്യൂമൻ ബീങ്സ്. We have to interact with creatures of different kinds and orders. We have to interact with the sun, with the moon, with the stars. We have to interact with the other elements of nature like earth, water,
എയർ എറ്റ്സിട്ര. ഈ ഇൻട്രാക്ഷൻസിൽ, സമ്പർക്കത്തിൽ ഏറ്റവും സങ്കീർണവും ജടിലവുമായിട്ടുള്ളത് മറ്റുള്ള വ്യക്തികളുമായി പെരുമാറുന്നതാണ്. അങ്ങനെ പെരുമാറുന്ന സമയത്ത് മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. തീർച്ചയാണ് ആ കാര്യം. ആരെങ്കിലും അവധൂതൻ്റെ അടുത്ത് യദുചക്രവർത്തി വന്നു തൊഴുത് നമസ്കരിച്ച് ചോദിക്കുന്നു, അങ്ങ് എങ്ങനെയാ ഇത്രത്തോളം നിർബാധിതനായിരിക്കുന്നത്? അങ്ങയുടെ ഉള്ളിലുള്ള മഹത്വവും മഹാത്മ്യവും എന്താ എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചോദിക്കുന്നവരാണോ എല്ലാവരും? അവധൂതനെ കണ്ട വൃത്തികെട്ടവൻ, ഒന്നിനും കൊള്ളാത്തവൻ, കണ്ടില്ലേ കാട്ടിൽ നായിടി, അടുത്തേ പോണ്ട എന്ന് പറഞ്ഞ് തള്ളി നിർത്തുന്നവരുണ്ടാവും. ചിലർ പുച്ഛിക്കും, ചിലർ പലതരത്തിലും തെറി പറഞ്ഞു എന്ന് വരാം, ഉപദ്രവിച്ചു എന്ന് വരാം. അങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ കയ്യിലുള്ള ആയുധം നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. നമ്മുടെ മനസ്സിൻ്റെ മഹിമ കൊണ്ട്, ബുദ്ധിയുടെ ആഴം കൊണ്ട്, അതിൻ്റെ മഹാത്മ്യം കൊണ്ട് ഈ ലോകത്തിലുള്ള എത്തരത്തിലുള്ളതായ ഇൻപുട്സ് വന്നു ചേരുന്നതായ, ഉള്ളിൽ വന്നു ചേരുന്ന പല സ്വാധീനങ്ങളുണ്ടല്ലോ, അതിനെ നമുക്ക് സമീകരിച്ചെടുക്കാൻ, നമ്മുടെ നില നഷ്ടപ്പോകാതെ സൂക്ഷിക്കാൻ സാധിക്കണം. അതിനുള്ള മഹിമ ഒരുത്തൻ വളർത്തിയെടുക്കണം. അതെങ്ങനെയാ ഈ അവധൂതൻ വളർത്തിയെടുത്തത്? ഓരോന്നിനെയും കണ്ടു പഠിച്ചു. ഇവിടെ അഗ്നിയെ കണ്ടു പഠിക്കുകയാണ്. അഗ്നി എങ്ങനത്തതാ? തേജസ്വി തപസാദീപ്തോ ദുർധർഷ ഉദരഭാജന സർവഭക്ഷോപിയുക്ത ആത്മാ നാദത്തെ മലം അഗ്നിവത്. അങ്ങനോട് ചോദിച്ചത് ശരിയാ. ഗംഗാംഭസ്ഥൈവ എന്നാണല്ലോ പറഞ്ഞത്. സാധാരണക്കാരെല്ലാവരും ഈ ലോകത്തിൽ പല വിധത്തിലുള്ള വടംവലികളിലും പെട്ട്, സംഘർഷങ്ങളിലും പെട്ട്, വട്ടം തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് ദീർഘശ്വാസം മുട്ടുമ്പോൾ അങ്ങ് എങ്ങനെയാ ഈ തണുത്ത ഗംഗാജലത്തിൽ ഒരു കൊമ്പനാനെ ഇറങ്ങി അങ്ങോട്ട് നിൽക്കുക, ഒരു കുലുക്കവുമില്ലാതെ? ബാക്കിയുള്ളവർക്കൊക്കെ ചൂടാ, ആനയ്ക്ക് തണുവാ, സുഖം. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുല്ലോ. ഇതെങ്ങനെയാ? ഓരോന്നിനെയും കണ്ട് ഞാൻ പഠിച്ചതാ. തേജസ്വി തപസാ ദീപ്തോ. എന്നിൽ അങ്ങ് എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ആ തപസ്സിൻ്റെ പ്രകാശമാണ്. തപസ് എന്ന് പറയുന്നത് എന്താ? പരപദാർത്ഥങ്ങളൊന്നും എടുക്കാതെ നമ്മുടെ ഉള്ളിലുള്ള മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം ചെയ്യുന്ന അനുഷ്ഠാനമാണ് വാസ്തവത്തിൽ തപസ്. പൂജ ചെയ്യുന്നത് ഒരു തപസ്സായോ എന്ന് ചോദിച്ചാൽ തപസ് പലതരത്തിലാണ്. സാത്വികം, രാജസം, താമസം. അതിൽ ദേഹാംഗങ്ങളോടുകൂടി അന്യപദാർത്ഥങ്ങളോടുകൂടി ചെയ്യുന്ന തപസ് ഒരു തപസ് തന്നെയാണ്. പക്ഷേ ഈ പദാർത്ഥങ്ങൾ ശേഖരിക്കുന്നതും പൂജ ചെയ്യുന്നതുമൊക്കെ വെറും കൈകാലുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിന് മനസ്സിൻ്റെ പങ്കാളിത്തവും ഡയറക്ഷൻ വേണം. മനസ്സ് നിയോഗിക്കണം ഇതിനൊക്കെ. അപ്പം മനസ്സാണ് മുഖ്യം. അപ്പം ഈ ദേഹാംഗങ്ങളെ ഒക്കെ വിട്ട് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യുന്ന തപസ്സാണ് അത്യുത്തമമായ ഉത്കൃഷ്ടമായ തപസ്. അതിനെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. തേജസ്വി തപസാദീപ്തോ. എൻ്റെ ആശകളെ മുഴുവൻ ഒതുക്കി അങ്ങോട്ട് കളഞ്ഞു. എന്തെല്ലാം പ്രതീക്ഷകളുണ്ടോ അതും വേണ്ടാന്ന് വെച്ചു. ഈ ലോകത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് മാത്രം സന്തുഷ്ടി അനുഭവിച്ചുകൊണ്ട്, നുകർന്നുകൊണ്ട് പരമാനന്ദഭരിതനായിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി ബാഹ്യവസ്തുക്കളുടെ സംസർഗത്തോടുകൂടി സന്തോഷമടയുന്നവരോ, അവരുടെ സന്തോഷവും മനസ്സിലിരിക്കുന്നത് തന്നെയാണ്. എനിക്കിപ്പോൾ എൻ്റെ മനസ്സ് തന്നെ മതി എന്നെ സന്തോഷിപ്പിക്കാൻ. അങ്ങനെ മനസ്സിനെ ക്രമീകരിച്ചും ഒരു നിലയ്ക്ക് നിയന്ത്രിച്ചും, ക്രമീകരണം നിയന്ത്രണം എന്നതിനേക്കാൾ കൂടുതൽ മനസ്സിൻ്റെ പവിത്രീകരണവും ധന്യതയുമാണ്. ഈ രണ്ട് ശബ്ദങ്ങൾ നിങ്ങൾ പ്രേക്ഷകരെ വേണ്ടതുപോലെ ഗ്രഹിക്കുമോ? എന്ത്? മനസ്സിൻ്റെ പവിത്രതയും ധന്യതയുമാണ് അവിടെ പ്രധാനം. മനസ്സിനെ പവിത്രമാക്കുക. എന്ത് കാര്യവും പവിത്രമായാൽ അതിൻ്റെ യോഗ്യതയും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കൂടും. ഇപ്പോൾ പാലാണെങ്കിൽ പരിശുദ്ധമായ പാല്, വെള്ളമാണെങ്കിലോ ശുദ്ധവെള്ളം, വായുവാണെങ്കിലോ പരമശുദ്ധമായ വെള്ളം. അഗ്നിയോ ഒരു പുകയുമില്ലാതെ ഭംഗിയായി കത്തണം. ഒരു വാസന ഗന്ധമൊന്നും ഉണ്ടാവരുത് അഗ്നി കത്തുമ്പോൾ. അതാണ് ശുദ്ധമായിരിക്കുന്ന അഗ്നി. അങ്ങനെ നമ്മുടെ അരിയാണെങ്കിൽ അരിയും ശുദ്ധമാവണം, കായ്കറികളാണെങ്കിൽ അതും ശുദ്ധമാവണം. ഇന്നിപ്പോൾ കെമിക്കൽസ്, രാസവസ്തുക്കൾ ധാരാളം ചേർത്ത് കായ്കറികളെ വിഷമാക്കി തീർത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഒരു പ്രവണതയുണ്ട്. സർക്കാരടക്കം ഭരണകർത്താക്കളടക്കം മേടിച്ചോളൂ മേടിച്ചോളൂ, ദാ 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 രാസവസ്തു എന്നിങ്ങനെ പറയും. കുറച്ച് കഴിഞ്ഞാൽ പറയും അത് വിഷമാണ്, അതിനെ ബാൻ ചെയ്തു എന്ന്. ഇന്ന് ഉപയോഗിക്കാൻ പറഞ്ഞതിന് 1 കൊല്ലോ 1.5 കൊല്ലോ കഴിഞ്ഞാൽ ബാൻ. വിദേശത്തിൽ ബാൻ ചെയ്തത് മുഴുവൻ ചിലതൊക്കെ ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളെന്താ? ബാക്ക്വേർഡാ. ശാസ്ത്രബോധം നമുക്ക് കുറവാണ്. അപ്പോൾ ശുദ്ധം ശുദ്ധം എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. അപ്പോൾ ഇവിടെ എന്താ തപസ്? എൻ്റെ മനസ്സിൻ്റെ ശുദ്ധി. തേജസ്വി. മനസ്സുകൊണ്ടുള്ള ഒരു തേജസ് ഉണ്ട്. എൻ്റെ തേജസ് എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ വസ്ത്രം ഒന്നിലോ ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുഷിഞ്ഞതാണ്, ചാക്കാണ് ഉടുക്കണത് അവധൂതൻ.
എന്നിട്ടും ആ മനുഷ്യൻ്റെ മുഖത്തിൽ തേജസ് ഉണ്ടെങ്കിൽ അത് പുറമേ നിന്ന് വരുന്നതല്ല. തപസാദീപ്ത, തപസ്സുകൊണ്ട്. എൻ്റെ തപസ് എങ്ങനത്തതാ? അഗ്നിയെ പോലെയുള്ളതാ. അഗ്നി ഇങ്ങനെ കത്തിജ്വലിക്കും. ജ്വലനമല്ലാതെ വേറെ ഒന്നും അഗ്നിക്ക് അറിയില്ല. അതുമാതിരി എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി പരമാത്മജ്ഞാനം കൊണ്ട്, പരമാത്മബോധം കൊണ്ട്, പരമാത്മാവിനെ നുകരുന്നത് കൊണ്ട് എപ്പോഴും ദീപ്തമായി, പ്രകാശിതമായി, പ്രഭാപൂരിതമായിട്ടിരിക്കുക. അതിൽ തപ്പി നോക്കിയാൽ ഒരല്ലലും ഒരലട്ടും ഒന്നും അവിടെ കാണില്ല. തേജസ്വീ തപസാദീപ്തോ ദുർധർഷോ ഉദരഭാജന. കാണാൻ ഞാനൊരു അവധൂതനാണ്. പക്ഷേ എൻ്റെ അടുത്ത് വന്നു കൂടിയാൽ ഈ വെണ്ണീറിൽ മൂടിക്കിടക്കുന്ന തീക്കനൽ പോലെയാണ് ഞങ്ങളെപ്പോലെയുള്ളവർ. വെണ്ണീറിൽ മൂടിക്കിടക്കുന്ന തീക്കനലുണ്ടല്ലോ, ആ വെണ്ണീറിൽ മൂടിക്കിടക്കുമ്പോൾ അതിലൊന്നുമില്ല എന്ന് തോന്നും. നല്ല കട്ടിയുള്ള വെണ്ണീറാണെങ്കിലോ നിങ്ങളുടെ വിരൽ അതിൽ വെച്ചാലും പൊള്ളില്ല. ആ വെണ്ണീർ ഒന്ന് ഊതിയിട്ട് മാറ്റിയാൽ അത് ജ്വലിക്കും. എന്തെങ്കിലും കൊണ്ടിട്ടാ കത്താൻ തുടങ്ങും. അതുമാതിരി ഞങ്ങളുടെയൊക്കെ ഉള്ള എങ്ങനെയാ? ദുർധർഷ ഉദരഭാജന. ഞാൻ ഭക്ഷണം കഴിക്കാൻ എൻ്റെ വയറ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ മുൻപിൽ കിണ്ണമില്ല, പാത്രമില്ല, സ്പൂണില്ല, ഗ്ലാസ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഉദരമാണ് എൻ്റെ പാത്രം. ദുർധർഷ. അങ്ങനെയാണെങ്കിലും എന്നെ എക്സൽ ചെയ്യാൻ, ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ എനിബഡി ടു എക്സൽ മീ ഓർ ഓവർവെൻ മീ ഓർ എക്സീഡ് മീ. സാധിക്കില്ല. എന്നെ അതിക്രമിക്കാൻ, കവച്ചു വയ്ക്കാൻ എളുപ്പമല്ല. ദുർധർഷ ഉദരഭാജന. അഗ്നിയിൽ എന്തും നിങ്ങൾ കൊണ്ടിട്ടാൽ ആ കൊണ്ടിട്ടതിനെ മുഴുവനും അത് ദഹിപ്പിച്ച് സ്വയം വെണ്ണീറായി രൂപാന്തരപ്പെട്ട് അവിടെ അങ്ങോട്ട് കിടക്കും. ഇതാണ് അഗ്നി. ആ അഗ്നിയിൽ വെള്ളമൊഴിച്ച് ആ അഗ്നിയുടെ ചൂടും അതിൻ്റെ പ്രകാശവും കെടുത്താം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വെള്ളമൊഴിക്കുന്നത് എവിടെയാ? അഗ്നിയിൽ വെള്ളമൊഴിക്കാൻ ഒരാൾക്കും പറ്റില്ല. ഏതോ ഒരു കെട്ടിടം തീപിടിച്ചു, അഗ്നിശമന പ്രവർത്തകർ വന്നു, എന്ന് പറഞ്ഞ് വെള്ളം പീച്ചിയപ്പോൾ എവിടെയാണ് വെള്ളം ചെന്ന് വീഴുന്നത്? കത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിലാണ് വീഴുന്നത്. അഗ്നിയിൽ വീഴില്ല. അവിടെ കെടുത്തിയാൽ അപ്പുറത്ത് അഗ്നി വേറെ ശോഭയുണ്ട്. അഗ്നിയെ കെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കില്ല. വിളക്ക് കെടുത്താം, അടപ്പ് കെടുത്താം, ഗ്യാസ് കെടുത്താം, കത്തുന്ന ഏത് പദാർത്ഥത്തെയും നമുക്ക് കെടുത്താം. പക്ഷേ അഗ്നിയുടെ ശോഭയെയോ അഗ്നിയുടെ ചൂടിനെയോ കെടുത്താൻ പറ്റില്ല. അതുപോലെ ദുർധർഷനാണ് ഉദരഭാജന. സർവഭക്ഷോഭിയുക്താത്മാ. സർവഭക്ഷോഭിയുക്താത്മാ. എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിലും എൻ്റെ ഉള്ള് യുക്താത്മാവാണ്. പരമാത്മാവോടുകൂടി ഐക്യം പ്രാപിച്ചതിൻ്റെ പേരിൽ ഒരു തരത്തിലും നിഷ്പ്രഭമാകാത്തതും അതിക്രമിക്കാൻ വയ്യാത്തതുമായിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട സമ്പന്നത, ധന്യത, പൂർണ്ണത, മികവ് എന്നിലുണ്ട്. നാദത്തെ മലം അഗ്നിവത്. അഗ്നി എത്ര വെടുപ്പുകേട് ഉള്ളതും എത്ര ചീഞ്ഞ് നാറുന്നതും അഗ്നിയിൽ കൊണ്ടിട്ടാൽ എന്താ ഉണ്ടാവുക? കുറെ നേരം പുകയും. പുകയണത് അഗ്നിയല്ല, ആ പദാർത്ഥത്തിലുള്ള ദുഷിപ്പ് മുഴുവൻ പോകാൻ വേണ്ടി ഉണ്ടാവുന്ന ഒരു പുകയാണത്. എത്രത്തോളം അതിൽ വെള്ളമോ മെഴുക്കോ ഉണ്ടോ, നനവ്, അത് മുഴുവനും പുകയായിട്ട് പോകും. എന്നിട്ടതിനെ കത്തിച്ച് വെണ്ണീറാക്കും. എന്തിനെ കത്തിച്ചാലും ആ കത്തിച്ചതിൻ്റെ പേരിൽ അഗ്നി മലിനമായി എന്നൊരു നിലയില്ല. യദുമഹാരാജാവേ, അങ്ങ് കേൾക്കുന്നുണ്ടോ അവധൂതൻ പറയുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഭൂമാനന്ദ സ്വാമിജി പറയുന്നത്? ഒരിക്കലും. ഈ ലോകത്തെക്കുറിച്ച് പലരും പറയാറുണ്ട്, ഇത് വളരെ മോശമാണ്, മലിനാണ്, എവിടെ നോക്കിയാലും അഴിമതി അഴിമതി. ഇന്നിപ്പോൾ അഴിമതി പൂർണ്ണമാണ് നമ്മുടെ ഭാരതം, പ്രത്യേകിച്ചും ഡൽഹി. ഇന്നൊന്ന് നാളെ വേറെ ഒന്ന്, അവരെ പിടിച്ചു ഇവരെ പിടിച്ചു, സുപ്രീം കോടതി ഓർഡർ അയച്ചു, വരൂ എക്സ്പ്ലനേഷൻ കൊടുക്കൂ. അതിനാരെങ്കിലും ഉത്തരമോ പ്രത്യുത്തരമോ പറഞ്ഞാൽ പറയുന്നതൊക്കെ അബദ്ധ. കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വളരെ വിശേഷപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്പോയിൻമെൻറ്റാണ്. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ ആരും ചാലഞ്ച് ചെയ്യാനോ വെല്ലുവിളിക്കാനോ പോകരുത്. എന്നാൽ നമ്മുടെ മന്ത്രിപദത്തിലിരിക്കുന്നവർ ചിലർക്ക് അതിനും വിഷമില്ല. അവരെന്താ വായു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് പറയുക. എന്താ ഇതിനൊക്കെ ഒരർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ആർ വി നോട്ട് ആൻ എൻലൈറ്റൻഡ് സൊസൈറ്റി? ഐ ആം ആസ്കിങ് എവ്രി വൺ ഇൻ അവർ കൺട്രി. നമുക്കൊരു പൗരബോധമില്ലേ? ഒരു ദേശബോധമില്ലേ? നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഭൂമാനന്ദ സ്വാമിജി പറയുന്നു ഞങ്ങളെപ്പോലെയുള്ളവർക്കുണ്ടെന്ന്. അവധൂതനെ പോലെയുള്ളവർക്ക് ചിലർക്കുണ്ട്. വിശേഷപ്പെട്ട ഒരു ഭൂമിയാണ് ഭാരതം. അതിൽ പെട്ടവനാണ് ഞാൻ. അതിലാണ് എൻ്റെ ശരീരത്തെ എൻ്റെ അമ്മ പെറ്റ് വിട്ടിരിക്കുന്നത്. ആ അന്തരീക്ഷം ഉണ്ടല്ലോ ഭാരതത്തിൻ്റെ, ആ അന്തരീക്ഷം വഹിക്കുന്നതായ ഒരു സംസ്കാര സമ്പന്നതയെ ഈ ലോകത്തിലല്ല പരലോകത്തിൽ പോലും ഒരാൾക്കും അതിക്രമിക്കാനോ ചോദ്യം ചെയ്ത് നിരാകരിക്കാനോ സാധിക്കില്ല. അങ്ങനെ ഭാരത കാറ്റ് ശ്വസിച്ച് വളരുന്നവനാണ് ഞാൻ എന്നൊരു ബോധം ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരാൾ എന്നോട് പറയുകയാണ്, എന്താ
സ്വാമിജി ഇടയ്ക്ക് ഭൂമാനന്ദ സ്വാമിജി എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറേ വിമർശനം. അപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ തോന്നി, ഞാൻ പിന്നെ വേറെ എന്താ പറയണ്ടേ? ഞാൻ ഇനി അശോകാനന്ദ സ്വാമി എന്ന് പറയണം, ബ്രഹ്മാനന്ദ സ്വാമി എന്ന് പറയണം? എൻ്റെ പേര് ഭൂമാനന്ദ സ്വാമിജി എന്നാണ്. ഭൂമ എന്ന് പറഞ്ഞാൽ തന്നെ പരബ്രഹ്മമാണ്. ഒരു സമയത്ത് എപ്പോഴെങ്കിലും സന്ദർഭം വരുമ്പോൾ അതിനെപ്പറ്റി പറയേണ്ട ഒരു സന്ദർഭം എനിക്ക് വരും. ഞങ്ങൾക്കൊക്കെ ഇട്ടിട്ടുള്ള പേര് പരബ്രഹ്മ സൂചകമാണ്. അപ്പം ഞാൻ എന്ന് പറയുന്നതിന് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞ് ഭൂമാനന്ദ സ്വാമിജി എന്ന് പറഞ്ഞു. ഇപ്പം അവധൂതൻ ഇവിടെ എന്താ പറയുന്നത്? തേജസ്വി തപസാദീപ്തോ. യദുചക്രവർത്തി ചോദിച്ചപ്പോൾ പറയാണ്, തേജസ്വിയാണ്, തപസ്സിനാൽ ദീപ്തനാണ്, ദുർദർശനാണ് ഞാൻ. ഇതൊക്കെ അവധൂതൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴല്ലേ അറിയുള്ളൂ. അതോ ഇനി വല്ല തെർമോമീറ്ററോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പോ ടെലിസ്കോപ്പോ ഒക്കെ കൊണ്ടുപോയി അവധൂതൻ്റെ ദേഹത്തിൽ പിടിച്ചിട്ട് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു യാഗം നടക്കാൻ പോകുന്നുണ്ടത്രേ. ആ യാഗത്തിലെ ജീവജാലങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരാൻ പോണു എന്ന് പറഞ്ഞ് പുറമേ ചില യന്ത്രങ്ങളൊക്കെ പിടിപ്പിച്ച് യാഗം നടത്തതിൻ്റെ ഫലമളക്കാൻ ഒരു ശാസ്ത്രജ്ഞന്മാർ പുറപ്പെടുന്നുണ്ട്. ആയിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല. പക്ഷേ യാഗം നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണോ? എനിക്ക് മനസ്സിലാവില്ല. ജീവജാലങ്ങളിൽ മാറ്റമുണ്ടാതിയൊക്കെ മെഷർ ചെയ്ത് ഇന്ദ്രന് പ്രത്യേകം നോട്ടീസ് അയച്ച് ഞങ്ങൾ ചെയ്ത യാഗത്തിന് ഇതാ ഇന്ന ഫലങ്ങളൊക്കെ ഇട്ട് അതുകൊണ്ട് ഇന്ദ്ര ഓടി വന്ന് വല്ലതും അനുഗ്രഹിക്കണം എന്ന് പറയാനാണോ യാഗത്തിൻ്റെ ഉദ്ദേശം? നമുക്ക് യാഗം നടത്തണം എന്ന് തോന്നി, നാം നടത്തുന്നു. ആ നടത്തുന്ന യാഗത്തിന് നമ്മുടെ മനസ്സിനെ എത്രത്തോളം അതിൽ പതിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അതനുസരിച്ചാണ് അത് യജ്ഞമാവുക, അതിന് ഫലമുണ്ടാവുക. അതൊരു ശാസ്ത്രീയ പ്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഗൗരവാവഹമായ ഒരു ചോദ്യമാണ്. ജ്യോതിഷ്ഠോമം ഒരു യാഗം നടത്തി സ്വർഗഫലം കിട്ടുമെന്ന് പറയുന്നു. ഈ സ്വർഗം എവിടുന്നാ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് കിട്ടണത് എന്ന് ശാസ്ത്രീയമായ ഒരു ഒബ്ജക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ കൊണ്ട് അതിന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി സ്വർഗം അങ്ങനെയൊന്നും ഉണ്ടോ? നമ്മുടെ വേദം തന്നെ പറയുന്നത് സ്വർഗത്തിനെ പറ്റി എന്താ? അങ്ങനെ പരലോകം എന്നൊരു ലോകമോ സ്വർഗമോ ഉണ്ട് എന്ന് വേദം ആധികാരികമായി അന്തിമമായി പറയുന്നുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. മുക്തിസ്കന്ധത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പരാമർശങ്ങൾ അധികം താമസിക്കാതെ കാണാം. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഒരാളെയും വിമർശിക്കുകയില്ല. ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിൽ തോന്നിയത് അവധൂതൻ യദുചക്രവർത്തിയോട് പറഞ്ഞ മാതിരി പറയുന്നു എന്നാണ് നിങ്ങൾ ധരിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന സ്വരമോ സമ്പ്രദായമോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഓരോരുത്തരോടും ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ശ്രീകൃഷ്ണൻ ഒരു ഭഗവത്ഗീത പറഞ്ഞു, അർജുനൻ ചോദിച്ചപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടു, ഇന്ന് അവർ ആരാധിക്കുന്നു. അതുമാതിരി ഭൂമാനന്ദ സ്വാമിജി നൽകുന്ന സംപ്രേഷണം പ്രേക്ഷകന്മാർ ആവശ്യപ്പെട്ടിട്ടാണ്, അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭൂമാനന്ദ സ്വാമിജി സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ തന്നെ അഭിനന്ദിച്ചോളൂ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നിങ്ങളെ തന്നെ അപമാനിച്ചോളൂ. ഭൂമാനന്ദ സ്വാമിജിക്ക് അതിലൊരു പങ്കുമില്ല. ഞാൻ പറയണോ വേണ്ടയോ എന്നുള്ളത് ചിലരൊക്കെ നിശ്ചയിക്കും, ഞങ്ങൾക്കും ഉണ്ട് ആ നിശ്ചയം. അപ്പോൾ ഇങ്ങനെയൊന്നും പിടിച്ച് ഇട്ടാപ്പിലിടാമെന്ന് ഈ സ്വാമിജിയെ നിങ്ങളാരും വിചാരിക്കരുത്. സ്വാമിജി പറയുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ പറയും. എന്ത്? തേജസ്വി തപസാദീപ്തോ ദുർദർശോ ഉദരഭാജന സർവഭക്ഷോപിയുക്താത്മാ. ആരെന്ത് പറഞ്ഞാലും ഇപ്പം ഇവരിങ്ങനെ ചിലത് പറഞ്ഞിട്ടുണ്ടല്ലോ, രസകരമായിട്ട് ഞാനൊരു മറുപടിയും അയച്ചിട്ടുണ്ട്. ആ മറുപടി അയക്കുന്നത് സൗമ്യ സമ്പന്നമായിരിക്കുന്ന ഒരു മറുപടിയാണ്. സ്വാമിജി പറയണത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നണത് സ്വാമിജിയേക്കാൾ നന്നായി നിങ്ങൾ സ്വയം പറയാൻ പുറപ്പെടുവപ്പാ. എന്തെല്ലാം കോട്ടങ്ങളും കുഴപ്പമുണ്ടോ അത് മുഴുവനും മാറ്റിയിട്ട് സ്വയം തന്നെ അങ്ങോട്ട് പറയുക. അതാണല്ലോ, അതിന് ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട് ഈ മാതിരി ആൾക്കാരെ. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതിൽ സർവഭക്ഷോപിയുക്താത്മാ നാദത്തെ മലമഗ്നിവത്. ഈ ലോകം, നമ്മുടെ രാജ്യം വളരെ ദുഷിപ്പാണ് ഇപ്പം നിൽക്കുന്നത്. ഭരണം വളരെ ദുഷിച്ചാൽ പിന്നെ പ്രജകൾക്ക് ശ്വാസം മുട്ടായി. അങ്ങനെ എവിടെ നോക്കിയാലും സ്കാം സ്കാം സ്കാം. പവിത്രമായിരിക്കുന്ന ഇന്ത്യ സ്കാമാണ് ഇപ്പം അതിൻ്റെ വിശേഷണ ശബ്ദം. എവിടെ നോക്കിയാലും ഇന്നൊന്ന് നാളെ വേറെ ഒന്ന്. അങ്ങനെ എമ്പാടും മലിനപൂർണമായാലും ശരി, നാദത്തെ മലം അഗ്നിവത്. ഒരു തരത്തിലുള്ള മാലിന്യവും ഞാൻ എടുക്കാറില്ല, എൻ്റെ മനസ്സെടുക്കാറില്ല, എൻ്റെ മനസ്സിനെ ഒന്നും മലിനപ്പെടുത്താറില്ല. അങ്ങനെ മലിനപ്പെടുത്താതെ എനിക്ക് കഴിഞ്ഞുകൂടാൻ ഞാൻ എവിടുന്നാ കണ്ടുപഠിച്ചത്? ആരെ കണ്ടാ പഠിച്ചത്? അഗ്നിയെ കണ്ടാണ് പഠിച്ചത്. അഗ്നിയെ കണ്ട്. ആ അഗ്നിയെ അഞ്ചാമത്തെ ഗുരുവായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ആപോഗ്നിശ്ചന്ദ്രമാ രവിഹി തേജസ്വീ തപസാദീപ്തോ ദുർധർഷോ ഉദരഭാജന സർവഭക്ഷോപിയുക്താത്മാ നാദത്തെ മലമഗ്നിവത്. എല്ലാവരും സംസാരിക്കുമ്പോൾ ഒരു വാക്കുപയോഗിക്കും, അത് ഒഴിച്ചു വയ്ക്കാൻ പറ്റില്ല. ഞാൻ. ഈ ഞാനില്ലെങ്കിൽ ജീവിതമില്ല. ഞാനില്ലെങ്കിലോ നീയില്ല. ഞാനും നീയും ഇല്ലെങ്കിലോ ഇവനില്ല, ഇവളില്ല, ഇവറില്ല, അവനില്ല, അവറില്ല. അപ്പം ഞാനില്ലെങ്കിൽ ഇതൊന്നുമില്ല.
ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ജീവിതമോ വ്യവഹാരമോ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾക്ക് നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഞാൻ എന്നാരെങ്കിലും പറയാറുണ്ടോ? ആ പേര് ചോദിച്ചാൽ പേര് പറയും. അപ്പോൾ ഒന്നുകിൽ ഞാൻ എന്ന് പറയണം, അല്ലെങ്കിൽ ഭൂമാനന്ദ എന്ന് പറയണം, അല്ലെങ്കിൽ ഭൂമാന്നെങ്കിലും പറയണം. അപ്പോൾ സാധാരണ ഈ ഞാൻ എന്നുള്ള സ്ഥാനത്ത് ഭൂമാനന്ദ സ്വാമി എന്ന് പറയുമ്പോൾ ഒത്തിരി അധികാക്ഷരങ്ങൾ വരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഈ സംസാരിക്കുന്നതിനെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു മാനദണ്ഡം നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ഉണ്ടാക്കുക നല്ലതാണ്. മറ്റു പലതും ചോദിക്കുന്ന മാതിരി നിങ്ങൾക്ക് ഭൂമാനന്ദ സ്വാമിജിയോട് ചോദിക്കാം, ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, അതുകൊണ്ട് സ്വാമിജി എന്താ വേണ്ടതെന്ന്. പലരും പറയുകയാണ്, സ്വാമിജി പറയുന്നത് വളരെ വിശേഷമുണ്ട്, 25% ഇംഗ്ലീഷിൽ പറയണമെന്നാണ് അവർ പറയുന്നത്. ഏഷ്യാനെറ്റ് ഒരു മലയാളം ചാനലാണ്. ആ മലയാളം ചാനലിൽ ഒരു മലയാളം അവതരണമാണ് നടത്തുന്നത്. അതിൽ 25% ഇംഗ്ലീഷ് പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞോളൂ. സമുദ്രത്തിൽ പുഴകൾ വന്ന് ഒലിച്ചു കയറുന്ന മാതിരി ഇങ്ങനെ കയറട്ടെ. എന്നിട്ട് സമുദ്രത്തിന് അതിൻ്റേതായ പുഴകളെ സ്വാംശീകരിച്ചു കൊണ്ടൊരു നീരാവി അതെന്ന് വരും. അതേമാതിരി ഭൂമാനന്ദ സ്വാമിജിയുടെ ഉള്ളിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ സ്വയം എന്നെ അനുഗ്രഹിക്കുന്നു, നിങ്ങളെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭൂമാനന്ദ സ്വാമിജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാതിരി സംസാരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. യഥൈതാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഇതിപ്പോൾ അവധൂതൻ പറഞ്ഞതാണല്ലോ ശ്രീകൃഷ്ണൻ കോട്ട് ചെയ്യുന്നത്, ഉദ്ധരണിയായി ഉദ്ധരിക്കുന്നത്. ഇനി ശ്രീകൃഷ്ണൻ സ്വയം ദ്വാരകയെ പോലെയുള്ള ഒരു സെറ്റിങ്ങിലല്ല, പെട്ടെന്നുണ്ടായതാണ്. കുരുക്ഷേത്രത്തിൽ ശരവിസർജനം മാത്രമേ ബാക്കിയുള്ളൂ. ശംഖ് വിളിച്ചു കഴിഞ്ഞു. ഒരു 45 ലക്ഷത്തോളം പടയാളികൾ അതിതീവ്രമായി യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടെ വന്നിരിക്കുക. എല്ലാവരും ആ യുദ്ധോത്സാഹത്തിൽ അങ്ങനെ കുതിർന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് പൊടുന്നനെ അർജുനനെ നോക്കി ഉപദേശിക്കേണ്ടി വന്നത്. അവിടെ അദ്ദേഹം പറയുന്നു, എന്ത് അഗ്നി എന്ന് പറയുന്നത് വലിയ ഒരു മാതൃകയാണ്. ജ്ഞാനത്തിനെ അഗ്നിയായിട്ടാണ് സാധാരണ ചിത്രീകരിക്കുക. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന. അർജുന, എങ്ങനെയാണോ കത്തിക്കാൻ വിറകൊക്കെ ഇട്ട് അങ്ങനെ പുഷ്ടിപ്പെടുത്തി കത്തിജ്വലിക്കുന്നതായ അഗ്നി എല്ലാറ്റിനെയും ആ വിറക് എന്തെല്ലാം കത്താൻ വേണ്ടി കൊടുത്തോ അത് മുഴുവനും ഭസ്മമാക്കി തീർക്കുന്നത്, അതുപോലെ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ജ്ഞാനം എന്ന് പറയുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കി തീർക്കുന്നു. എല്ലാ കർമ്മങ്ങളെയും. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം ചെയ്യുന്നത് മാത്രമല്ല, നാം കാണുന്നത് കർമ്മമാണ്, കേൾക്കുന്നത് കർമ്മമാണ്. അപ്പോൾ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്തർവ്യക്തീയമായിരിക്കുന്ന പെരുമാറ്റം. ആ പെരുമാറ്റത്തിൽ പലതും നമ്മളോട് പറഞ്ഞു കേട്ടു എന്നൊക്കെ വരാം. അവരുടെ പെരുമാറ്റങ്ങൾ നമ്മളതിന് പാത്രമാവും. അങ്ങനെ പാത്രമാവുന്ന സമയത്തും അഗ്നി എങ്ങനെയാണോ അതിൽ വലിച്ചെറിഞ്ഞിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ദഹിപ്പിച്ച് ഭസ്മമാക്കുന്നത്, അതേപോലെ ഭസ്മമാക്കുന്നതാണ് ഈ മനസ്സിലും ബുദ്ധിയിലും ജ്വലിക്കുന്നതായ പരമാത്മജ്ഞാനം എന്ന് പറയുന്ന അഗ്നി. അഗ്നിയെ ഇതിൽ കൂടുതൽ നാം മനസ്സിൽ വിചാരിക്കണം. എൻ്റെ ഉള്ളിൽ ജ്ഞാനം അഗ്നിയെപ്പോലെ ജ്വലിക്കണം. അതിന് പരാജയം വരരുത്. എന്തു തന്നെ വന്നാലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ വസിഷ്ഠന് 100 മക്കളായിരുന്നു. 99 പേരെയും വിശ്വാമിത്രൻ ആഭിചാര പ്രയോഗം കൊണ്ട് കൊന്നു എന്ന് സാധാരണ പുരാണങ്ങളിൽ പറയാറുണ്ട്. ആ 99 കുട്ടികളെയും കൊന്നപ്പോൾ വസിഷ്ഠന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ജ്ഞാനാഗ്നി ജ്വലിച്ച് ആ ആഘാതങ്ങളെ മുഴുവനും ദഹിപ്പിച്ചു. അപ്പോഴാണ് അരുന്ധതി ചെന്ന് പറഞ്ഞത്, എന്ത്, അയ്യോ ഒരു കുട്ടിയെങ്കിലും എനിക്ക് ബാക്കി വേണമെന്ന്. അപ്പോൾ വസിഷ്ഠ മഹർഷി വേഗം ഒരു ബ്രഹ്മരന്ധ്രം ജപിച്ച് അവിടെ ഇട്ടപ്പോൾ വിശ്വാമിത്രന് കൊല്ലാൻ പറ്റിയില്ല എന്ന്. എന്തിനാ ഞാനിത് പറയുന്നത്? ആ വസിഷ്ഠരുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന അഗ്നി എന്തിനേയും ദഹിപ്പിക്കുന്നതാണ്. ഇവിടെ എന്തിനെയാ ദഹിപ്പിക്കേണ്ടത്? ഈ ലോകത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ മനസ്സിൽ പ്രവഹിച്ചു അങ്ങോട്ട് ഒഴുകി ഉള്ളിൽ വരുന്ന ആഘാതങ്ങൾ. അപ്പം മനസ്സിന് ദഹിപ്പിക്കാനുള്ളത് പുറം വസ്തുക്കളല്ല. പ്രേക്ഷകരിത് ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത്? നമ്മുടെ മനസ്സിന് ഒരു ഭൗതിക വസ്തുവിനെയും ദഹിപ്പിക്കാനില്ല. ആ ഭൗതിക മാധ്യമങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ വഴി ഉള്ളിലേക്ക് പ്രവേശിച്ച് വൈകാരികമായോ ഭാവാത്മകമായോ മനസ്സിൽ രചിക്കുന്ന സ്വാധീനങ്ങൾ മാത്രമേ മനസ്സിനെ സംലയിപ്പിച്ചെടുക്കാനുള്ളൂ. ഒരാനയെ കണ്ടു, ആനയെ ദഹിപ്പിക്കേണ്ട ആവശ്യമില്ല. കുറേ ആള് തെറി പറഞ്ഞു, ആ തെറിയെ നമുക്ക് ദഹിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ തെറി പറഞ്ഞുല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ്
ഒരു മൗഢ്യം, അല്ലെങ്കിൽ ഒരു നീരസം, അല്ലെങ്കിൽ ഒരു വിഷമം ആ പറഞ്ഞതും കേട്ടതും അതിനോട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് ദഹിപ്പിക്കേണ്ടത്. അതിൽ മനസ്സ് പൂർണ്ണ സമർത്ഥമാണ്. അതിനാണ് ഈ പരമാത്മജ്ഞാനം. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അപ്പൊ ഈ ജ്ഞാനം അഗ്നി എന്ന് പറയുന്നത് വലിയൊരു അഗ്നിയാണ്. ആ അഗ്നിയെ കണ്ടിട്ട് നാദത്തെ മലമഗ്നിവത്, അഗ്നിയെ പോലെ ലോകവസ്തുക്കളിലോ വ്യക്തികളിലോ അവരുടെ പെരുമാറ്റങ്ങളിലോ ഉള്ള ഒരു തരത്തിലുള്ള മാലിന്യത്തെയും ഞാൻ ഏറ്റുമേടിക്കണില്ല. അഗ്നിയാണ് എൻ്റെ മനസ്സ് ഈ കാര്യത്തിൽ. എന്നിട്ട് പിന്നെ പറയുകയാണ് എന്ത്? ക്വചിച്ഛന്നഃ ക്വചിസ്പൃഷ്ടഃ ഉപാസ്യ ശ്രേയൈച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം. പ്രേക്ഷകരെ, ഇതിലൊക്കെ എത്ര വിശേഷപ്പെട്ട ആശയങ്ങളാ വിനിമയം ചെയ്യുന്നത് കൃഷ്ണൻ. ഭാഗവതം, വേദവ്യാസ മഹർഷി, ശുഗമഹർഷി എന്ന് നിങ്ങൾക്കറിയാമോ? കിണറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന തവളകളെ പോലെയാണ് നിങ്ങളെല്ലാവരും സ്വതവേ. നമുക്കൊരു വീടുണ്ട്, 20, 25, 30 കൊല്ലം വരെ പഠിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അത് എത്രത്തോളം വളരണമോ, വികസിക്കണമോ, സൂക്ഷ്മമാകണമോ, പ്രകാശപൂരിതമാകുന്നമോ അതാകുന്നില്ല. അതിനുള്ള കാരണം കിണറ്റിൻ്റെ ഉള്ളിലുള്ള തവളയെ പോലെ ആയിട്ടാണ്. മനസ്സിന് ഇങ്ങനെ ചില മാനങ്ങളുണ്ട്, പൊട്ടൻഷ്യലുണ്ട്, പോസിബിലിറ്റീസ്, സാധ്യതയുണ്ട്, കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ക്വചിച്ഛന്നഃ ക്വചിത് സ്പഷ്ടഃ ഉപാസ്യഃ ശ്രേയൈച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം. അവധൂതനെ പോലെ ഒരാൾ, സന്യാസിമാരെല്ലാവരും ഞങ്ങൾ സമ്പാദിച്ച പണം കൊണ്ടല്ല ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ വരുമാനങ്ങളൊക്കെ വിട്ടിട്ടാണ് സന്യസിക്കുന്നത്. രക്തബന്ധങ്ങൾ അതും വിടും, വിവാഹം കഴിച്ചിട്ടുള്ളവർ വിവാഹബന്ധങ്ങളെയും വിടും, എന്നിട്ടാണ് സന്യാസിയാവുന്നത്. അങ്ങനെ സന്യാസ ജീവിതത്തിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുതൽക്ക് ഞങ്ങൾക്ക് എന്തോ കാരണത്താൽ യാദൃശികമായി വല്ലവരും തന്നിട്ട് കിട്ടുന്നതാണ്. പലരിൽ നിന്നും പലതും നമ്മളിലേക്ക് വന്നു ചേരും, നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് ഈ സന്യാസിയെ ആദരിക്കുന്നത്? സന്യാസി ആരാ? എല്ലാം വിട്ടവൻ എന്ന് പറഞ്ഞാൽ കുടുംബത്തെയും വിട്ടവൻ. നിങ്ങളൊക്കെയോ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ കുടുംബങ്ങളിൽ ജീവിക്കുന്നവർ, കുടുംബാംഗങ്ങളായിട്ടുള്ളവർ, കുടുംബത്തെ വിട്ടെറിഞ്ഞവനെ എങ്ങനെയാ ആദരിക്കുക? അതാണ് ഭാരതത്തിൻ്റെ മഹിമ. ഇതാണ് മഹിമ. നിങ്ങൾ ഒന്ന് ചുഴിഞ്ഞ് ആലോചിക്കുമോ? നിങ്ങൾ ചെയ്യാത്തതും ഒരു പക്ഷേ ചെയ്യാൻ പറ്റാത്തതും ഒരു നിലയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാത്തതും ആയിട്ടുള്ള ഒരു ജീവിത വൃത്തിയാണല്ലോ സന്യാസിയുടെ വൃത്തി. വീട് വിട്ടു, കുടി വിട്ടു, സമ്പാദ്യം വിട്ടു, തെരുവിൽ നിന്നു. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ഇങ്ങനെ ആവണമെന്ന് വിചാരിക്കുമോ? വിചാരിക്കില്ല. എന്നാലും പിന്നെ നിങ്ങൾക്ക് എന്തിനാ സന്യാസിമാരോട് ആദരവ്? അതാണ് നമ്മുടെ ഭാരത പൈതൃകം. അത് വലിയൊരു ജീവിത ചോദ്യമാണ്. ചോദിച്ച് നിങ്ങൾ മറുപടി പറയണം. ക്വചിച്ഛന്നഃ ക്വചിത് സ്പഷ്ടഃ. ഞാനിങ്ങനെ ലോകത്തിൽ നടക്കുമ്പോൾ അവധൂതനായിട്ടാണല്ലോ നടക്കുന്നത്. എൻ്റെ ശരീരത്തിൽ കൊള്ളാവുന്ന തുണിയൊന്നുമില്ല, മിക്കവാറും നഗ്നനായിരിക്കും, അല്ലെങ്കിൽ കീറിയതോ പൊളിഞ്ഞതോ ചാക്കോ മരവുരിയോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇത് സാധാരണക്കാർ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ ആളെ പറ്റി എന്ത് വിചാരിക്കും? പ്രാന്തനാണെന്ന് വിചാരിക്കും. ഒന്നും അറിയാത്തവൻ, ഭോഷൻ. റീഭോഷൻ എന്നു ചിലർ ഭാഷിക്കിലും ചിലർകൾ ഈ പാപി എന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയ എന്നുറച്ച് ഹരി നാരായണായ നമഃ. ഹരിനാമകീർത്തനത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, റീഭോഷൻ എന്നു ചിലർ ഭാഷിക്കിലും. അവൻ ഭോഷ്കന എന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ വെണ്ണീറിൽ മൂടിക്കിടക്കുന്ന തീ പോലെയാണ് ഇത്തരക്കാരുടെ ആന്തര പ്രഭാവം, മഹിമ. ക്വചിച്ഛന്നഃ ക്വചിത് സ്പഷ്ടഃ. എന്നാലോ ചില സമയത്തോ യദുചക്രവർത്തിയെ പോലെയുള്ളവർക്ക് വളരെ സ്പഷ്ടമാണ്. അയ്യോ, ഇങ്ങനെ ഒരാളോ? പറഞ്ഞു കേട്ടിട്ടുണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും. അവധൂതവൃത്തി എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പം എൻ്റെ കണ്ഠൻ്റെ മുൻപിൽ പ്രത്യക്ഷ. ഈശ്വരൻ തന്ന അനുഗ്രഹമാണ്. ഉടനെ കാക്കൽ വീണു, നമസ്കരിച്ചു, എന്തെങ്കിലും 4 വാക്ക് സംസാരിച്ചു, ചോദിച്ചു, പറയാൻ പറഞ്ഞു. യദുചക്രവർത്തി ചെയ്ത മാതിരി. ആ ചോദ്യവും ആ ഉത്തരവും ശ്രീമദ് ഭാഗവതം കൃഷ്ണൻ്റെ മുഖത്തിൽ നിന്ന് പരമഭാഗവതനായിരിക്കുന്ന ഉദ്ധവന് മനഃശാന്തി ഉണ്ടായി ഉള്ളിലുള്ള കെട്ടുപൂട്ടുകൾ പോകാൻ വേണ്ടി ഉദ്ധരിക്കുകയാണ്. നോക്കൂ, ഇത് എളുപ്പമാണോ എന്നുള്ളത്? ഉപായപ്പെട്ടതാണോ? ക്വചിത് സ്പഷ്ടഃ ഉപാസ്യഃ ശ്രേയ ഇച്ഛതാം. ശ്രേയഃ ഇച്ഛതാം ഉപാസ്യഃ. ഈ ലോകത്തിൽ പ്രേയസ്, ശ്രേയസ് എന്ന് രണ്ടാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
പ്രേയസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി ഉണ്ടാക്കുന്നതും ക്ഷണികങ്ങളുമായിരിക്കുന്ന വിഭവങ്ങൾ. ശ്രേയസ് എന്ന് പറഞ്ഞാലോ ആത്യന്തികമായിരിക്കുന്ന നന്മയും സാഫല്യവും സന്തോഷവും നൽകുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിനും ബുദ്ധിക്കും പൂർണ്ണ തൃപ്തി നൽകുന്നത് ബാഹ്യപദാർത്ഥങ്ങൾ എന്തോ ആവട്ടെ. അങ്ങനെ ക്വചിച്ഛന്ന ക്വചിത് സ്പഷ്ട ഉപാസ്യ ശ്രേയയിച്ഛതാം, അങ്ങനെയുള്ള ആത്യന്തികമായിരിക്കുന്ന ശ്രേയസ് വേണം എന്ന് വിചാരിക്കുന്നവർ, അഭിലഷിക്കുന്നവരുണ്ടല്ലോ, ആ അഭിലഷിക്കുന്നവർക്ക് ഉപാസ്യനാണ്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, ആരാണ് ഉപാസ്യൻ എന്ന് ചോദിച്ചാൽ ദൈവം, ഈശ്വരൻ. എവിടെ? കണ്ടിട്ടില്ല. അപ്പൊ കാണാത്തൊരു ദൈവത്തെ ഉപാസിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അതിൻ്റെ ഒരു പ്രതീകമായി നമുക്ക് ദേവസന്നിധികളുണ്ട്. അവിടെ പോയിട്ട് ഉപാസിക്കും, പടം വെച്ച് ഉപാസിക്കും, പ്രതിമ ഉണ്ടാക്കും, സാളിഗ്രാമം ശിവലിംഗം വയ്ക്കും, ഒക്കെ സമ്മതിച്ചു. ഇതൊക്കെ നാം സങ്കല്പിക്കുന്ന ഒരു പ്രഭാവമാണ്. പടം നമ്മുടേതാണ്, വിഗ്രഹം നാം കൊത്തി ഉണ്ടാക്കിയതാണ്, സാളിഗ്രാമം നാം പെറുക്കിയെടുത്തതാ, ശിവലിംഗവും പെറുക്കിയെടുത്തതാ. അങ്ങനെ നാം തെരഞ്ഞു വെച്ചിട്ട് ദാ വെച്ചു എന്നിട്ട് പറയണു, അതേ നീ എൻ്റെ ഈശ്വരനാണ്. പക്ഷേ ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ ഈശ്വരനാരാ? അതിന് നിങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ടോ? ഇല്ല. അപ്പം അദൃഷ്ടനും അങ്ങേയറ്റം അനന്ത ദൂരത്തുള്ളവനുമായ ഒരു ഈശ്വരനെയാണ് സാധാരണ ഉപാസിക്കുന്നത്. ആ ഉപാസന ഏകപക്ഷീയമാണ്.